ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ പാചക റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണ്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരായിരിക്കും? കണ്ടുപഠിക്കണേ, നല്ല ഒറിജിനൽ മുളകേ മതി. പറയുമ്പോ തന്നെ രാവിലെ വെള്ളം വരുന്നു. അപ്പൊ പിന്നെ അത് കപ്പയും കൂട്ടി ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ അവസരം ആലോചിക്കുന്നത്. കഴിച്ചിട്ടുണ്ടാ? പാടാ, പാചകം ചെയ്ത് ശീലമില്ലാത്ത നിനക്ക് ഈ വക പരിപാടികളിൽ അറിയാൻ പറ്റൂ. പിന്നെ എങ്ങനെ കഴിക്കണേ? ചിറ്റപ്പ, ഇതൊന്നും എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത് നിനക്ക് ചെയ്ത് ശീലമില്ലേ സുസു? ഇനി ഞാൻ പഠിപ്പിച്ചുതരാം. ചമ്മന്തി അറിയണല്ലേ ചിറ്റപ്പ, ഞാൻ പോവാ. നീ ഇവിടെ നിൽക്ക്. എന്തായാലും വന്നല്ലേ, എന്താ എന്റെ അവസാനം നോക്കിട്ട് പോ. ആ ശ്യാമ ചതിച്ചോണ്ടാ, ഇല്ലെങ്കിൽ ഈ 2 തള്ളമാരെ ഇവിടെ നിന്നിങ്ങനെ ഷൈൻ ചെയ്യില്ലായിരുന്നു. ഒരു മകള് ജോലി തിരക്കൊണ്ട് പോയെങ്കിലും ശാരദാമ്മയ്ക്ക് കൂട്ടായിട്ട് മറ്റൊരു മകൾ എത്തിയല്ലോ. ദൈവം അനുഗ്രഹിച്ച കുടുംബ ശാരദാമ്മയുടേത്. അതിന്റെ ഒത്തൊരുമയാ ഇവിടെ ഇപ്പൊ കണ്ടതും. ഇതിന്റെ വിജയവും ശാരദാമ്മയ്ക്ക് തന്നെ. അതിനൊരു മാറ്റമില്ല. ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാറില്ലെന്ന് സാറിനറിയാലോ. ഇതിപ്പോ ശാലിനിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. എങ്കിലും അന്തിമ വിജയം ശാരദാമ്മയ്ക്ക് തന്നെ ആയിരിക്കും. ശാരദാമ്മയുടെ കൈപുണ്യത്തിന്റെ ആ മികവ് വേറൊന്നിലും കാണില്ല. ഓ, അത് ശാരദാമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതെവിടെയും തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും. ഇനി മിനുക്ക് പരിപാടികൾക്കായി 2 മിനിറ്റുകൾ മാത്രം. മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഫലപ്രഖ്യാപനമാണ്. അതിനായി മുഖ്യ അതിഥിയായി വന്നിരിക്കുന്ന രേഖ മേഡത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മേഡം, പ്ലീസ്. എന്താണ് ഇങ്ങനൊരു പരമ്പരാഗത ഫുഡ് സെലക്ട് ചെയ്യാനുള്ള കാരണം? എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതുമായ ഭക്ഷണം ഇത്. ചുട്ടെടുത്ത മുളക് കൊണ്ടരച്ച ചമ്മന്തിയും കപ്പയും. ഒന്നുമില്ലാതിരുന്ന ആദ്യ നാളുകളിൽ ഞങ്ങൾക്ക് ഈ ഭക്ഷണം അമൃതിന് തുല്യമായിരുന്നു. ഞങ്ങളുടെ ഇഷ്ട ഭക്ഷണത്തിലുപരി ഞങ്ങളുടെ ആശ്രയമായിരുന്നത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് എന്നും കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അന്നത്തെ സാഹചര്യം കൊണ്ട് ഇതിന് ഓരോ ദിവസവും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരുന്നു. തീർച്ചയായും ആ ഒരു സ്വാദ് മറ്റുള്ളവരിലേക്കും എത്തുന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാ ഇത് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്.
പണിയൊന്നുമില്ലേ? കപ്പയും ചമ്മന്തിയും കഴിച്ച സത്യാമ്മ ജീവിച്ചതെന്ന് അവരെക്കുറിച്ച് അറിയാത്തവർ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ സുസ്മിത വിശ്വസിക്കില്ല. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സംഗതി ഏറ്റെന്നാ തോന്നുന്ന. ആ രേഖ മാഡത്തിന്റെ കണ്ണുകൾ നിറയുന്ന കണ്ടാ. ഭാരതപ്പുഴ കവിഞ്ഞൊഴുകുന്നത് പോലെയാ അവരുടെ രണ്ട് കണ്ണീന്നും വെള്ളം ഒഴുകുന്നത്. നല്ല എരിവാണെന്ന് തോന്നുന്നു. ചിറ്റപ്പ, എന്നെ കൊണ്ടിത് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാ. മോളെ ഇവൻ എന്താണ് ഇഡലിയും സാമ്പാറും തിരഞ്ഞെടുക്കാൻ കാരണം? ഒരു കോമ്പറ്റീഷൻ ആവുമ്പോ വെറൈറ്റി ഫുഡ്സിനല്ലേ പ്രാധാന്യം? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതിരുന്നു? ഞാൻ എന്റെ കുടുംബശ്രീ ഹോട്ടലിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഇഡലി സാമ്പാറും ആയതുകൊണ്ട് പെട്ടെന്നൊരു നാടൻ ഭക്ഷണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഞാനാക്കിയ ഈ ഭക്ഷണം മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. ജയപരാജയങ്ങളൊക്കെ രണ്ടാമത്തെ ഘടകമല്ലേ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്ന ഭക്ഷണം. അങ്ങനെ നോക്കുമ്പോ ഞാൻ ഇതിന് കൊടുക്കുന്നത് ഒന്നാം സ്ഥാനം തന്നെയാ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ പാചക റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണ്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരായിരിക്കും? കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ?